ഹലോ ഗായ്സ്, ഞാൻ ഇവിടെ ഒരു പുളിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. പുളിയപ്പത്തിന് ആവശ്യമുള്ളത് നമ്മൾ സാധാരണ ചാക്കരി. ഇതാണ് സാധാരണ ചാക്കരി. ഇതിൽ നിന്ന് 1 കപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് കോർത്തെടുത്തിട്ട് അത് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത്രയുള്ളൊരു ഉള്ളി, ഒരു സവാള, പിന്നെ തേങ്ങ തിരുവിയാണ്. സാധാരണ തിരുവിയിട്ടാൽ നല്ല രുചിയാണ്, പക്ഷേ തേങ്ങ തിരുവിയിട്ടില്ല. ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് എളുപ്പത്തിന്. പിന്നെ ഇത് കരിവേപ്പില, പിന്നെ എന്നിട്ട് ഈ സവാള ഞൊരിഞ്ഞിരാന്ന് അരിയണം. സാധാരണ നമ്മളെല്ലാവരും എണ്ണ പലഹാരങ്ങളല്ലേ കഴിക്കുന്നത് വൈകുന്നേരം ചായ കുടിക്കാൻ. എണ്ണ പലഹാരത്തിന് പകരം ഓരോരുത്തർക്കും ഭയങ്കര കൊളസ്ട്രോളും അതും ഇതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. ഇത് നമ്മൾ എണ്ണയിൽ പൊരിക്കാത്ത സാധനമാണ്. ഇത് എണ്ണയപ്പം എന്നാണ് പറയുന്നത്, അല്ല പുളിയപ്പം എന്നാണ് പറയുന്നത്. അങ്ങനെ ഞുരിഞ്ഞുരാന്ന് അരിഞ്ഞെടുത്തിട്ട് എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഞാവിടെയാണ് ചെയ്യുന്നത്. ഉപ്പ്, നാരങ്ങ, കരിവേപ്പില, അരി, തേങ്ങ അത് നമ്മൾ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എണ്ണ ഒഴിച്ച് ഇട്ട് ഇതെല്ലാം കൂടെ മിക്സിയിൽ നമ്മൾ നല്ലതുപോലെ കൈ കൊണ്ട് ഞാവിടി എടുത്ത് സാധാരണ ഫ്രൈ പാനിൽ വീത്തി വെച്ച് നമ്മൾ സാധാരണ കലത്തപ്പൊക്കെ ചുടും പോലെ വെച്ച് ചുട്ടെടുത്താൽ മതി. ആവിയിലല്ല ചുട്ടെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് മധുരമുള്ളതും ഉണ്ടാക്കാം. എണ്ണയിൽ പൊരിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത് വൈകുന്നേരം പലഹാരമാക്കാം. എന്നിട്ട് 2 പച്ചമുളകും കൂടെ വേണം. എരി വേണം. എരി ആവശ്യത്തിന് എരി വേണമെന്നുള്ളൊരു ഇഷ്ടത്തിന് കുരുമുളകാ, പച്ചമുളക് സാധാരണ പച്ചമുളകാണ് രുചി. പച്ചമുളക് ഇടും സാധാരണ. പകുതി നാരങ്ങ പിഴിഞ്ഞ് ഇടാകുമ്പോഴത്തേക്ക് അരിയൊന്നും വീഴില്ലല്ലോ. അങ്ങനെ നമുക്ക് വീത്തിയെടുക്കാം. ഇങ്ങനെ ഇതിലോട്ട് വീത്തിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഞാവിടണം. ഞാവിടി ഇട്ട് മാവ് ഒഴിക്കാം. ഇത് ചാക്കരി മാവ്. ശരിക്കും മാവ് നല്ലതുപോലെ അരയില്ല, ചെറിയ തഴവിയായിട്ട് ഇട്ടാണ് അരയ്ക്കാനുള്ളത്. പറഞ്ഞില്ല, തേങ്ങ ഞാൻ തിരുവിയിട്ടില്ല. അപ്പം തേങ്ങ ഇതിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അരച്ചെടുക്കരുത്, തേങ്ങ അങ്ങനെ പൊടിച്ച് അല്ല ഇത്ര പൊടിയാവും, അരയ്ക്കരുത്. പൊടിച്ചെടുത്തിട്ട് ഉപ്പിട്ട് നാരങ്ങ നീരൊഴിച്ച് എന്നിട്ട് ഒന്നുകൂടെ വരവും. കരിവേപ്പില ഇട്ട് ഈ പച്ചവെള്ളം കൂടെ ഇടണം. എനിക്കിത് നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ എണ്ണയൊക്കെ പോയി കഴിക്കാൻ ഉഴുന്ന് വടയും പരിപ്പ് വടയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാളും നമ്മൾ വാഴയ്ക്കപ്പമൊക്കെ കഴിക്കുന്നതിനേക്കാളും വൈകുന്നേരങ്ങളിൽ നിർബന്ധമായിട്ടുള്ളവർക്ക്, എണ്ണ കഴിച്ചുകൂടാത്തവർക്ക് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. 2 പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അത് എരിയില്ലാത്ത പച്ചവെള്ളമായതുകൊണ്ട് 2 എണ്ണം ഇടും. ഇത് എരി കുറവാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട്
പച്ചമുളക് അരിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് വെരുവിയെടുത്ത് നമുക്ക് കളർ വേണമെന്നുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ശകല മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്ക് നല്ല കളർ കിട്ടും. കളർ വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇത്തിരി ലൂസായിട്ടിരിക്കണമെങ്കിൽ അത് തഴവിയായിട്ടാണ് നമ്മൾ എടുക്കുന്ന അരി. ഇത്തിരി ശരിക്കുമ്പോൾ അരയാത്ത ചാക്കരിയാണ്. അപ്പോൾ ഇത്തിരി ലൂസായി ഈ പരുവത്തിന് ലൂസായിരുന്നെങ്കിൽ നല്ല വെന്ത് വരുള്ളൂ. വെന്ത് വേവിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ നാട്ടിലൊന്നും ഇല്ല, ഇങ്ങനെ ആരും കഴിച്ച് കണ്ടിട്ടില്ല. ഞാൻ ശകല റവപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ അരിപ്പൊടിയും ചാക്കരിപ്പൊടിയും ശകല റവപ്പൊടിയും കൂടെ ഇട്ട്. റവപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഉപ്പൊന്ന് ശകലം കൂടിപ്പോയെന്നൊരു സംശയം. അപ്പോൾ അതും കൂടെ ശകലം ഒന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ ഈ ഫ്രൈ പാനിൽ ശകല എണ്ണ ഒഴിക്കണം. അതിൽ ഏതെണ്ണ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. തേങ്ങ ആയിരിക്കും എനിക്ക് തോന്നുന്നു രുചി കൂടുതലെന്ന്. അങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി ഇത്രയും കട്ടി മതി. നല്ല കട്ടിയായ ചിലർക്ക് നല്ല കട്ടിയാണ് ഇഷ്ടം. ഇവിടെ നമുക്ക് ഇത്രയും കട്ടി മതി. ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോഴത്തേക്ക് അത് നല്ല നിരപ്പായിട്ടിട്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിലിട്ട് കത്തിക്കാം. ഏറ്റവും ചെറിയ തീയിലിട്ട് അത് ഒരു അരമണിക്കൂർ കൂടുതലെടുക്കും ഇത് വറ്റിയൊക്കെ വെന്തൊക്കെ വരാനായിട്ട്. അരമണിക്കൂറിനകത്ത് ഇത് ശരിയാവും. അപ്പോൾ വെന്തതിന് ശേഷം കാണിച്ചു തരാം. പിസ്സ മുറിക്കും പോലെയാണ് മുറിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഒന്ന് ഉണ്ടല്ലോ, അത് ഇളക്കി ഇങ്ങനെ ഒന്ന് അടച്ചും കൂടെ വയ്ക്കണം. അടച്ചും കൂടെ വയ്ക്കുമ്പോൾ ഇതിനി അവിടെ ഇരുന്ന് വെന്തതിന് ശേഷം നമുക്കെടുക്കാം. ഒന്ന് മറിച്ചിടണം. നല്ല ചായയും എരിയപ്പവും. നമ്മൾ എരിയപ്പം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ 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 കണ്ടിരിക്കും.
എരിയപ്പവും ചായയും, ഫ്രഷ് ചായയും എരിയപ്പവും. ബായ്.